ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മദീന സിയാറ കേട്ടോ. മദീനത്തേക്ക് പോകാനുള്ള ബസ്സിൽ നമ്മൾ കയറിയിരുന്നിട്ടുണ്ട്, സിയാറക്കുള്ള. അപ്പോൾ നമ്മൾ ആദ്യം ബുക്ക് ചെയ്തതാണ് കേട്ടോ ബസ്. അപ്പോൾ നമ്മൾ ബസ് ഷർഫിയയിൽ നിന്ന് പിന്നെ പോകുന്നത് കേട്ടോ. അവിടെ നിന്നാണ് മദീനയിലേക്ക് പോണത്. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കുട്ടികളൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. ബസ്സിലുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇതാണല്ലോ. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. പിന്നെ അപ്പോൾ മദീനയിലേക്ക് എങ്ങനെയായാലും ബസ്സിൽ തന്നെ കേട്ടോ എല്ലാവരും പോകൽ. പിന്നെ അപ്പോൾ നമ്മൾ ഈ മൗലവി സിയാറ അതിൻ്റെ ഇതിലാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. നല്ല ഇതാണ് കേട്ടോ അവരത്. പിന്നെ ഒരു കുഴപ്പമില്ല, ബസ്സിലായാലും നമ്മളവിടെ പോയാലും റൂമായാലും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അവരെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 8 മണി കഴിക്കണം കേട്ടോ. ബസ് പുറപ്പെട്ടിട്ടുണ്ട്. നമ്മളിനി പിന്നെ 2:30 ഒക്കെ ആകുമ്പോൾക്ക് മദീനയിൽ എത്തുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ പോകുന്ന രാത്രി ആയതുകൊണ്ട് പോകുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ അപ്പോൾ വല്ലാതെ പകലത്തെ മാതിരിയുള്ള വ്യൂസൊന്നും കാണാൻ പറ്റൂലല്ലോ. അത് കഴിഞ്ഞ ചെറിയ ദ്വാരങ്ങൾ 1-ാം ഖലീഫ 2-ാം ഖലീഫ ഇപ്രകാരം സലാം പറയുക. അസ്സലാമു അലൈക യാ സയ്യിദി അമീറുൽ മുഅ്മിനീൻ അബൂ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അസ്സലാമു അലൈക യാ സയ്യിദി അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പിന്നെ സ്വർഗ്ഗത്തോപ്പിലേക്ക് പോകണമെങ്കിൽ പെർമിറ്റ് നിർബന്ധമാണ്. പെർമിറ്റ് കിട്ടിയ ആളുകൾ 365 നമ്പർ ഗേറ്റ്, അതിന് തൊട്ടടുത്ത് 201 നമ്പർ ബാത്റൂം കാണാം. ആ ബാത്റൂമിന്റെ തൊട്ടടുത്താണ് റൗദയിലേക്ക് പോകാനുള്ള ലൈൻ ഉണ്ടായിരിക്കുക. പുരുഷന്മാരൊക്കെ അവിടെയാണ് ആ ലൈൻ ഉണ്ടായിരിക്കുക. അവിടെയാണ് വെയിറ്റ് ചെയ്യേണ്ടത്, പെർമിറ്റ് കാണിച്ചു കൊടുക്കേണ്ടത്. നിസ്കരിക്കാനോ സലാം പറയാനോ അതേപോലെ നിസ്കരിക്കാനോ സലാം പറയാനോ പെർമിറ്റ് ഒന്നും ആവശ്യമില്ല. റൗദയിലേക്ക് മാത്രമാണ് പെർമിറ്റ് ആവശ്യമുള്ളത്. നബിത്തങ്ങളുടെ പള്ളിയുടെ തൊട്ടടുത്ത് ഒരു വലിയ ഖബർസ്ഥാനം കാണാം. ജന്നത്തുൽ ബഖിയ എന്നാണ് പേര്. നബിത്തങ്ങളുടെ 3-ാമത്തെ ഖലീഫയും മരുമകനും കൂടിയായ സയ്യിദന ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നബിത്തങ്ങളുടെ 9 ഭാര്യമാർ, മക്ക തുടങ്ങിയ 10,000-ത്തോളം സ്വഹാബത്തും ഒരുപാട് മഹാന്മാരും അന്ത്യവിഷമങ്ങളുള്ള വലിയ ഖബർസ്ഥാനം ജന്നത്തുൽ ബഖിയ. സുബഹിസ്കാരം കഴിഞ്ഞ ഉടനെ അരമണിക്കൂർ, അതുപോലെ അസറും കഴിഞ്ഞ ഉടനെ അരമണിക്കൂർ പുരുഷന്മാർക്ക് വേണ്ടി മാത്രം കൊടുക്കപ്പെടുന്നതായിരിക്കും. ആദ്യമായി നാം സിയാറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതകാലത്ത് മസ്ജിദ് പള്ളി മസ്ജിദ് ഖുബായിലേക്കായിരിക്കും. അവർ നിസ്കരിച്ച അള്ളാഹു നൽകുന്ന പ്രതിഫലം ഒരു ഉപജീവിതം കൂടിയാണ്. അദ്ദേഹം നിസ്കരിക്കുക. പിന്നെ മഹാത്മാക്കളായ യുദ്ധശ്രോതാക്കൾ, ഇസ്ലാമിക ചരിത്രത്തിൽ 2-ാമത്തെ യുദ്ധമാണ് ഉഹദ് യുദ്ധം. മൊത്തം 70 പേരാണ് ഷഹീദായത്. നിങ്ങളുടെ എളാപ്പ സയ്യിദന ഹംസ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ 70 സ്വഹാബാക്കളാം ഉഹദിൽ ഷഹീദായി. അവർക്ക് അന്ത്യവിഷം കൊടുക്കും. അവർക്കും സലാം പറഞ്ഞ് ഇൻഷാഅല്ലാഹ് പോകുന്നതായിരിക്കും. 4 ഈശാസിന് കഴിഞ്ഞ് ഇൻഷാഅല്ലാഹ് എല്ലാവരും ഒരു 7:50 7:45 എത്തുക. 8:45 മസ്ജിദിൽ പറയുന്നതായിരിക്കും. നമ്മുടെ മനസ്സിലൊക്കെ ചെയ്യുമാറാവട്ടെ. ആമിനെല്ലാം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
സബ്ല ടിക്കറ്റ് ആദ്യം വെക്കുന്ന ഖലിയ തദാക്കർ ഫിലിയത് എന്നാലും ടിക്കറ്റുകൾ എടുത്തു വെക്കുക. അപ്പം ഗായ്സ് നമ്മൾ ഒരു പിന്നെ പമ്പിൻ്റെ അവിടെയൊക്കെ നിർത്തിയിട്ടുണ്ട്. എല്ലാവർക്കും പിന്നെ ബാത്റൂമിൽ പോകാനും ഫുഡ് കഴിക്കാനുള്ള ടൈമായിട്ട് ഒരു നിർത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുന്നുണ്ടേനു, പക്ഷേ എനിക്ക് പനി ആയതുകൊണ്ട് സൗണ്ട് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അതിൽ സൗണ്ട് വല്ലാതെ കേൾക്കണില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇറങ്ങി പോയിട്ടുണ്ടേനു. അപ്പം ഞാൻ പിന്നെ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. കുട്ടികളും പിന്നെ ഒക്കെ ഇറങ്ങി പോയിട്ടുണ്ടേനു. ബസ്സിലെല്ലാവരും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ പോയിട്ടില്ല, ഇറങ്ങാൻ. നമസ്കാരം ഉംറയ്ക്ക് തുല്യമാണ്. പിന്നെ മക്കയിൽ ചെന്നുകൊണ്ട് ഉംറ ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ പ്രതിഫലമാണ്. അള്ളാഹ് പള്ളിയിൽ ചെന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ അള്ളാഹുവിന്റെ പ്രതിഫലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശനിയാഴ്ചകളിലും കാൽനടയായിക്കൊണ്ടും വാഹനം കറിക്കൊണ്ടുമൊക്കെ ഖുബാ പള്ളി സന്ദർശിക്കാറുണ്ടായിരുന്നു, അവിടെ നിസ്കരിക്കാറുണ്ടായിരുന്നു. എല്ലാവരും വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ച് ഉള്ളിൽ ബസ്സിൽ കയറിയിരിക്കേണ്ടതാണ്. അരമണിക്കൂർ ബസ്സിലുണ്ടായിരിക്കും. പിന്നെ ഉഹദിലേക്ക് കഴിഞ്ഞാൽ റൂമിലേക്ക്. എല്ലാവരും എൻ്റെ മൊബൈൽ നമ്പർ എഴുതി വെക്കുക. സംരംഭന മൊബൈൽ നമ്പറിലേക്ക് മുതുപ്രകം ജവാൻ 053 54 21 562. नंबर एक बार भी उखरा 053 54 21 562. 0 5 3 5 4 2 1 5 6 2. 0 5 3 5 4 2 1 5 6 2. 0 5 3 5 4 2 1 5 6 2. 0 5 3 5 4 2 1 5 6 2. مسجد قباء. صلاة في هذا المسجد تعدل عمرة. وصل النساء وضربت بحق النساء ورا المسجد إلى ورا. लेडीज का हमाम दर पीछे है, नमाज पढ़ने की चाहिए पीछे इधर ही है. लेडीज का बाथरूम आने से ऊपर जा रहा, लेडीज पीछे है.
ഏതിലെ പോവാ? ഇത് മസ്ജിദ് കുബ. മസ്ജിദ് കുബ പിന്നെ ഒട്ടകം കുത്തിയ പള്ളി. മസ്ജിദ് റസൂലുള്ളാഹിന്റെ ഒട്ടകം കുത്തിയില്ലേ? ഞാൻ വരൂട്ടാ. പനിയിട്ടാ മതില്ലേ? അങ്ങോട്ടാ? ലേഡീസ് അങ്ങോട്ടാ? അങ്ങോട്ടാ? ബാക്കിൽ കൂടെ എന്നല്ല അറിഞ്ഞു 20ാമത്തെ. ശൂതാക്കന്മാർ 70 ശൂതാക്കൾ. അൻസാറില്ല റസൂലുള്ളാഹിന്റെ അളാപ്പ അൻസാറിൽ ഇതാണ് 70 ശൂതാക്കൾ. അടുത്ത് തന്നെ അല്ലേ? ഇവിടെ 5-6 മണിക്കൂർ.
5-6 മണിക്കൂറാ മിനിറ്റ് ആളെ പേടിപ്പിക്കല്ലേ. ബാത്റൂം പോകണ്ട അത് ബാത്റൂം പോകണ്ടെങ്കിൽ ബാഗ് കിട്ടിയില്ലല്ലോ. ആ ഇത് അടക്കാളെ നമുക്ക് 4 പെട്ടുണ്ട് സുഖമായിട്ട് വെക്കുക. ഇത് വേണ്ട ശരി അത് വെട്ടാണ്ടേ വേഗം അറിഞ്ഞോ പിടിച്ചോ ഏത് വേണ്ട വേണ്ടി അപ്പൊ പിടിക്കൂ. അപ്പൊ റിച്ചുവിനേതാ അപ്പം ഗൈസ് നമ്മൾ മദീന സിയാറ റാഹത്തായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്ന് മദീനയിലെ വിശേഷങ്ങൾ. പിന്നെ അപ്പം ഇനി എല്ലാവർക്കും പഠിച്ചവനും അവിടെ എത്താനും റസൂലുള്ളാഹിനോട് സലാം ചെല്ലാനും അവിടെ എത്താനുള്ള സൗഭാഗ്യം ലഭിക്കട്ടെ. പിന്നെ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് കൂടുതൽ പിന്നെ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇനി നമ്മൾ മദീനയിൽ നിന്ന് ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിൻ്റെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായി വീഡിയോ തരുന്നുണ്ട് കേട്ടോ. ബായ്, അസ്സലാമു അലൈക്കും.